സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ പുരോഹിതർക്കെതിരെ പോലീസിൽ പരാതി നൽകി സഭാ നേതൃത്വം. ബിഷപ്പ് ഹൌസിൽ വൈദികർ അതിക്രമിച്ചു കടന്നുവെന്ന് ആരോപിച്ച് 21 വൈദികർക്കെതിരെയാണ് പരാതി നൽകിയത്. ഇതിനിടയിൽ ബിഷപ്പ് ഹൌസിന് പുറത്ത് വിശ്വാസികൾ തമ്മിലടിച്ചു. കുരിശിൻ്റെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ്റെ കഴിഞ്ഞ അടിപൊളിയാണ്. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ പുരോഹിതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. സഭാ നേതൃത്വമാണ് പരാതി നൽകിയിട്ടുള്ളത്. ബിഷപ്പ് ഹൌസിൽ വൈദികർ അതിക്രമിച്ചു കടന്നുവെന്ന് ആരോപിച്ച് 21 വൈദികർക്ക് എതിരെയാണ് പരാതി. അതേസമയം ബിഷപ്പ് ഹൌസിന് പുറത്ത് വിശ്വാസികൾ തമ്മിലടിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, നേരത്തെയും സംഘർഷത്തിലേക്ക് പോയ സാഹചര്യമുണ്ട്, ഈ വിശ്വാസികളുടെ ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ കടന്ന സാഹചര്യമുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ചിലരൊക്കെ തടഞ്ഞില്ല എങ്കിൽ അത് ഗുരുതരമായ സംഭവമായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകുമായിരുന്നില്ല. അങ്ങനെയാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ബസിലിക്കയിൽ മുന്നിൽ ഇത്തരത്തിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. നമുക്കറിയാം, ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട്, ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഈ ബസിലിക്ക പള്ളിയിൽ വളരെയേറെ വർഷങ്ങളായി തന്നെ വലിയ രീതിയിൽ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് 21 വൈദികരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു കത്ത് കൂടി പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 21 വൈദികരും കുറച്ച് ദിവസങ്ങളിലായി ഒരു പ്രതിഷേധ സൂചകമായി ഒരു പ്രാർത്ഥനാ യജ്ഞം ബിഷപ്പ് ഹൌസിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കുറച്ച് വിശ്വാസികൾ അവിടെ എത്തുകയും ഈ പ്രതിഷേധം, ഈ പ്രാർത്ഥനാ യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. ഇത് കണ്ടു നിന്ന വിമതരാണ് പിന്നീട് ഈ വിശ്വാസികളും വിമതരും തമ്മിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായി. ഇത് കണ്ടുകൊണ്ടിരുന്ന ഉള്ളിലുണ്ടായിരുന്ന 21 വൈദികരും പുറത്തെത്തുകയും പിന്നീട് ഇവർ തമ്മിൽ വലിയൊരു രീതിയിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് വരികയും പോലീസ് ഇവരെ പിടിച്ചു മാറ്റുകയും ഇനി കൂടുതൽ നടപടികളിലേക്ക് പോലീസിനെ പ്രേരിപ്പിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി കളക്ടർ അടക്കം ഇടപെട്ട് വലിയ രീതിയിൽ ഒരു ചർച്ചയൊക്കെ ഇന്നലെ വൈകുന്നേരം നടത്തിയിരുന്നു. അതിനുശേഷം വിമതരെ ആയിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ പള്ളികളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന കളക്ടർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത്. വിശ്വാസികൾ തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അനധികൃതമായാണ് 21 വൈദികരും ഇപ്പോൾ ബിഷപ്പ് ഹൌസിനുള്ളിൽ പ്രതിഷേധം നടത്തുന്നത്. ഇവരെ പുറത്താക്കിയതാണ്. പക്ഷേ ബിഷപ്പുമാർ ഈ വൈദികർ പറയുന്നത്
ഞങ്ങളുടെ മേൽവിലാസം ഇതാണ്, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടമില്ല, ഞങ്ങളുടെ ആധാർ കാർഡിലടക്കം ബിഷപ്പ് ഹൗസിന്റെ അഡ്രസ്സാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ തുടരും, ഞങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി കിട്ടുന്നതുവരെ ഈ പ്രതിഷേധം, ഈ പ്രാർത്ഥനാ യജ്ഞവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വൈദികർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിശ്വാസികളാണ് വൈദികർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇടപെടലുകളും സർക്കാരിന്റെ ഇടപെടലായിക്കോട്ടെ കോടതിയുടെ ഇടപെടലും ഒക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ വിമതർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് പോലീസ് ഇതിൽ തുടർ നടപടി എടുക്കുക എന്നതിൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു നൽകിയത്. പക്ഷേ ഇന്നിപ്പോൾ പരാതി ലഭിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടി എന്ന് കാത്തിരിക്കുകയാണ്. ഇന്നലെ